ലിച്ചൻസ്റ്റണിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഇനി യാത്ര ഓസ്ട്രിയയിലെ ഇൻസ്ബ്രക്കിലേക്ക്. 168 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം. റോഡ് വഴി ഏകദേശം 2.25 മണിക്കൂർ. കോട്ട പോലെ നിൽക്കുന്ന ആൽപ്സ് പർവ്വതനിരകൾ. ലാൻഡെക് ജില്ല ആൽപ്സ് പർവ്വതത്തിന്റെ താഴ്വരയിൽ ഇൻ നദിക്കരയിലുള്ള ഒരു പ്രധാന നഗരം. മനോഹരമായ വഴിക്കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഇൻസ്ബ്രുക്ക് നഗരത്തിലേക്ക്. പ്രൗഢഗംഭീരമായ തലയെടുപ്പുള്ള കെട്ടിടങ്ങളുമായി ഇൻസ്ബ്രുക്ക് നഗരം. ഒരു സംരക്ഷിത പാർക്കായ കോർട്ട് ഗാർഡൻ. 25 ഏക്കറാണ് ഗാർഡന്റെ വിസ്തൃതി. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിലാണ് കോർട്ട് ഗാർഡൻ. ഓസ്ട്രിയൻ ചക്രവർത്തിയായ മരിയ തെരേസസ് നട്ടുപിടിപ്പിച്ച ചെടികൾ ഇപ്പോഴും ഈ പാർക്കിലുണ്ട്. മുൻകാലത്ത് ഹബ്സ്ബർഗ് കൊട്ടാരമായിരുന്ന ഹോഫ്ബർഗാണ് ഇവിടെ കാണുന്നത്. ഇന്നിവിടെ ഭരണപരമായ മറ്റു പല കെട്ടിടങ്ങളും പ്രവർത്തിക്കുന്നു. ഗോത്തിക് കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടം എന്ന പ്രശസ്തി കൂടിയുണ്ട് ഹോഫ്ബർഗിന്. ഇവിടെ കാണുന്നതാണ് ടൈറോളിയൻ സ്റ്റേറ്റ് തിയേറ്റർ. നാടകങ്ങൾ, ഓപ്പറകൾ, മ്യൂസിക്കൽസ്, ഡാൻസ് തിയേറ്റർ എന്നിവ ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. ഇൻസ്ബ്രുക്ക് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരാകർഷണമാണ് ലിയോപോൾഡ് ഫൗണ്ടെയിൻ. ജലധാരയുടെ മുകളിലായി ലിയോപോൾഡ് അഞ്ചാമന്റെ കുതിരസവാരി പ്രതിമ. അല്പം ഇടുങ്ങിയതെങ്കിലും മനോഹരമായ തെരുവീഥികളിലൂടെ നടന്ന് നമ്മൾ ചെന്നെത്തുന്നത് ഗോൾഡൻ റൂഫ് എന്നറിയപ്പെടുന്ന ഗോൾഡൻ നെസ്റ്റ് ഡാച്ചലിലാണ്. ഓൾഡ് ടൗണിലെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ഗോൾഡൻ റൂഫ്. 1500-ൽ മാക്സിമിലിയൻ ചക്രവർത്തിക്ക് വേണ്ടി വിവാഹ സമയത്ത് നിർമ്മിച്ചതാണ് ചെമ്പ് ടൈലുകൾ കൊണ്ട് അലങ്കരിച്ച ഈ കെട്ടിടം. താഴെയുള്ള സ്ക്വയറിൽ നടക്കുന്ന ഉത്സവങ്ങളും മറ്റ് പരിപാടികളും കാണാൻ ചക്രവർത്തിയും ഭാര്യയും ഈ ബാൽക്കണി ഉപയോഗിക്കാറുണ്ടത്രേ. നിരവധി ഇന്ത്യൻ സിനിമകളുടെ റൊമാൻറ്റിക് ഗാനങ്ങൾ ചിത്രീകരിക്കാൻ പല ആർട്ടിസ്റ്റുകളും തിരഞ്ഞെടുക്കുന്ന ഒരു ലൊക്കേഷനാണിവിടെ. സൽമാൻ ഖാനും കത്രീന കൈഫും ദിൽ ദിയാൻ ഗല്ലൻ എന്ന ഗാനത്തിന്റെ ചിത്രീകരണത്തിനായി ഇവിടെ വന്നിരുന്നു. തെരുവിൽ പാട്ടുപാടുന്ന ഒരു ഗായിക. ഇതാണ് സ്റ്റാർ ടൗൺ. സിറ്റി ടവർ എന്നറിയപ്പെടുന്ന ടൗൺ ഹാൾ ടവർ. പല നിറങ്ങളോട് കൂടിയ മനോഹരമായ കെട്ടിടങ്ങളുള്ള സുന്ദരമായ ഒരു തെരുവ്. ഇവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ശില്പമാണ് ലവ് ആൻഡ് ഹേറ്റ്. പെർഫോമൻസ് ആർട്ടിസ്റ്റ് മിയ ഫ്ലോറന്റൈൻ വെയ്സ് ആണ് ഇതിൻ്റെ ശില്പി. മേക്ക് ലവ് നോട്ട് ഹേറ്റ് എന്നതാണ് ഈ ശില്പത്തിൻ്റെ ആശയം. ലോകത്തിലെ സർവ്വവ്യാപിയായ വിദ്വേഷത്തെ സ്നേഹമാക്കി മാറ്റുക. എത്ര ഉദാത്തമായ ആശയം! ഇവിടെ കാണുന്നതാണ് ഇൻ നദി. ഇൻ നദിക്ക് കുറുകെയുള്ള പാലം എന്ന അർത്ഥത്തിലാണ് ഇൻസ്ബ്രുക്ക് എന്ന പേര് വന്നത്. കായിക വിനോദങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രിയ. അന്താരാഷ്ട്ര പ്രശസ്തമായ വിന്റർ ഒളിമ്പിക്സ്, വിന്റർ പാരാലിമ്പിക്സ്, മറ്റ് ശൈത്യകാല കായിക വിനോദങ്ങൾ എന്നിവയുടെ വേദിയായിട്ടുള്ളതാണ് ഇൻസ്ബ്രുക്ക്. ഇൻസ്ബ്രുക്കിലെ ഒരു പോളിടെക്നിക് സ്കൂളാണ് ഇവിടെ കാണുന്നത്. ആൽപ്സ് പർവ്വതവും താഴ്വാരത്തുള്ള മനോഹരമായ കെട്ടിടങ്ങളും എന്ത് ഭംഗിയുള്ള കാഴ്ച! മനോഹരമായ ഈ തെരുവിലൂടെ ഞങ്ങൾ നടന്നു പോകുന്നത് കാത്തോലിക് ചർച്ചിലേക്കാണ്.
ഹോസ്പിറ്റൽ ചർച്ച് ഓഫ് ഹോളി സ്പിരിറ്റ് എന്നാണ് ഈ ചർച്ച് അറിയപ്പെടുന്നത്. ഒരു ലേഡി ചാപ്പൽ പണ്ട് കാലത്ത് വൃദ്ധസദനം കൂടി ആയിരുന്നിരിക്കാം എന്നാണ് അനുമാനം. നമ്മളിപ്പോൾ കാത്തലിക് ചർച്ചിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. 16-ാം നൂറ്റാണ്ടിലെ ഒരു കുരിശ് ഇവിടെയുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിധിയായി കണക്കാക്കപ്പെടുന്നത് മരിയ ഹിൽഫ് എന്ന ചിത്രമാണ്. ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും ആദരണീയമായ മരിയൻ ചിത്രങ്ങളിലൊന്നാണ് മരിയ ഹിൽഫ്. ഉടനീളം സ്വർണവും വെള്ളിയും പൂശിയ പ്രസംഗപീഠമാണ് ഇവിടെയുള്ളത്. ആർച്ച് ഡ്യൂക്ക് മാക്സിമിലിയൻ മൂന്നാമൻ്റെ ശവകുടീരവും ഇവിടെയാണ്. ഇൻസ്ബ്രുക്കിലെ സുന്ദരമായൊരു പട്ടണം. റെസ്റ്റോറൻറ്റുകൾ, ഹോം സ്റ്റേകൾ, കച്ചവട സ്ഥാപനങ്ങൾ, വീടുകൾ. ഇവിടെ കാണുന്നതാണ് കൊളീജിയം ടെന്നീസിയനം. ജെസ്യൂട്ടുകൾ നടത്തുന്ന റോമൻ കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാർക്കുള്ള അന്താരാഷ്ട്ര സെമിനാരിയാണിത്. ഓസ്ട്രിയയിലെ ഇൻസ്ബ്രുക്കിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഇനി യാത്ര ഇറ്റലിയിലെ വെനീസിലേക്ക്. വെനീസിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.